നൗ ഷീസ് ഓൾ റൈറ്റ്. ഒരു സ്ലൈറ്റ് മെന്റൽ ഷോക്ക്. പേരക്കുട്ടിയെ കാണാത്തതിലുള്ള വിഷമായിരിക്കും. ഏതായാലും 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ഇന്നലെ പൊടിമോളുടെ പിറന്നാളാന്നും പറഞ്ഞ് അമ്പലത്തിൽ പോയതാ. അവിടെ വെച്ചാ. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. മരുന്നല്ല, ഇപ്പൊ മനസ്സന്തോഷാ വേണ്ടത്. കണ്ണൻ അവൻ നാളെ മോർണിംഗ് ഫ്ലൈറ്റിനെത്തും. ലക്ഷ്മി, ലക്ഷ്മി, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. അമ്മേ, അമ്മേ, ഞാനമ്മേ. എന്റെ മോൻ വന്നു അല്ലേ? ഈ അമ്മ അച്ഛനെയും തനിച്ചാക്കിട്ട് പോയില്ലേ നീ? ഇനി ഞാൻ എവിടെയും പോവില്ലമ്മേ. പോരെ. ഈ അമ്മയുടെ ഒരാഗ്രഹം എന്റെ മോൻ സാധിച്ചു തരൂ. എന്താമ്മേ? നമുക്ക് കൃഷ്ണമംഗലത്ത് പോണം. അവിടെ നഷ്ടപ്പെട്ടതല്ല എന്റെ മോൻ, ഈ അമ്മയ്ക്ക് നേടിത്തരണം. അമ്മ വിഷമിക്കണ്ട, നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം. ഞമ്മക്ക് പെരുത്ത് സന്തോഷായി. മൂസൂട്ടിയോ? ഹായ്, അപ്പൊ ഇങ്ങള് ഞമ്മളെ മറന്നില്ലല്ലേ? എല്ലാ കാര്യങ്ങളും മാഷി ഞമ്മളെ വിളിച്ചറിയിക്കാറുണ്ട്. അങ്ങകലത്തിലാണെങ്കിലും പകയും വെറുപ്പും ഇല്ലാതെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരേ ഒരു കൃഷ്ണമംഗലത്തുകാരൻ, അതാണ് മൂസൂട്ടി. പടച്ചോനാണ് സത്യം. കൃഷ്ണമംഗലത്തേക്ക് വീണ്ടും വരുന്നെന്ന് കേട്ടപ്പോ നമുക്ക് വലിയ സന്തോഷായി. എന്റെ ഒപ്പം ഒരാളും കൂടി വന്നിട്ടുണ്ട്. ആരാത്? ഹായ്, എന്റെ ഈ കാട്ടിന് ബീബിക്ക് ഇങ്ങോട്ട് കയറി വരാം. ഓൾക്ക് പെരുത്ത് നാണാട്ടോ. അല്ല, ഇത് ആര്? കുഞ്ഞിപ്പാത്തു? അത് 2 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ വെല്ലിപ്പാത്തുവാ. കൂടെ വരണമെന്ന് ഒരേ ചാട്യം. എന്താ ചെയ്യാ? ആകുള്ളൊരു പെങ്ങളല്ലേ, പിണക്കം പറ്റോ? നിങ്ങളെ കൈയോട് കൂട്ടിക്കൊണ്ടുപോകുന്നതാ ഇമ്മള്. എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? അത് ശരി, അപ്പന്റെ നച്ചിത്താത്തെ ഇങ്ങക്ക് കാണണ്ട. കാണണം, നച്ചിത്താത്ത എനിക്ക് കാണണം. എങ്കി പോവാം. അയ്യോ, ഹലോ, ഹലോ. ഹലോ, ഹലോ. ഏയ്, ഏയ്. നല്ല അടിയൊഴുക്കുള്ള നേരത്തെ ആരെങ്കിലും ഇപ്പൊ കുളിക്കാൻ ഇറങ്ങോ? അയ്യോ, ഇത് മാളികര വീട്ടിൽ നബീസു അല്ലേ? അതെ. നോക്കിക്കാതെ ആശുപത്രി കൊണ്ടുപോകാം. ആരെങ്കിലും പോയി വീട്ടിൽ വിവരം അറിയിക്കും. എന്താ ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാൻ ഭാഗ്യം. തുറന്നു കൊടുത്താലേ മുതലാളി ഇറങ്ങൂ.
എങ്ങോട്ട് പോണ്? നച്ചിക്കുഞ്ഞിനെ കാണാൻ. അച്ചിക്കുഞ്ഞ താനവും മാനവും ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരമുള്ള ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയെ? അത് ഒരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിലിരടാ. പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. ആ പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ വെട്ടണ ജമീല. ആ ബായ വെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ നിങ്ങളുടെ തല വെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ. കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല. പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്. കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മിക്കട ഈ തല അല്ലെങ്കിൽ കോട്ടല്. എന്താണല്ലോ പേടിക്കണ്ട, നിങ്ങള് ബാ. 4 പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനിപ്പോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ. അത് പടച്ചോന്റെ കൃപ. എവിടെ ഓള്? ഓ ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയില്ലോ. വണ്ടി ഇങ്ങോടി എത്തന്റെ ഉമ്മ. കുപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്. എന്നാൽ ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്. എന്നിട്ടോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാലെ? ആ അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. എന്റെ ജമാലിനാണെങ്കി പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ല ഒന്ന് ഇവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാലെന്താ? എന്റെ ജമാലെങ്ങാനും ഇത് അറിഞ്ഞ അന്റെ കഥ കഴിക്കോപ്പൻ. എവിടെ എന്റെ അനിയത്തി? മയ്യത്തായ? ആ ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാനൊന്ന് എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിലെന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാഹ് കാത്തുരക്ഷിച്ചു. അല്ല അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പൊയക്കടവിലെ ചുയില് പെട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം ഇല്ലേക്കാ? അതെ അതെ, ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വാ. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്കാ. ആഹാ, എന്റെ കർത്താവേ, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമ്മിക്ക എന്താണ്ടാ? അടച്ചോനെ, ആരാ മയ്യത്തായത്? മഞ്ചലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ചലിനകത്ത് ആജിക്ക തന്നെ. എന്താണല്ലോ? എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ഹാജിയാരെ കാര്യസ്ഥ എന്ന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാ പറഞ്ഞത്